ഹായ് ഓൺ, വെൽക്കം ടു സഫബ്സ്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് തിരക്കിലായിരിക്കും അല്ലേ? നാളെ നമുക്ക് ന്യൂ ഇയർ ആണ്. 2025 പെട്ടെന്ന് തന്നെ ആവുകയാണ്. ഒരു വർഷം തുടങ്ങിയിട്ട് നമ്മുടെ ഓൺലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും. നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ കയറുവാണ്. സോ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ. നല്ല അടിപൊളി ഒരു ഇയർ ആവട്ടെ കേട്ടോ 2025. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ചന്ദരി സിൽക്കിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പ് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2025 നമുക്ക് ഒത്തിരി അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, ഒരു റാണി ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നു. അതിൽ കോൺട്രാസ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രിന്റ്, ചെറിയ പ്രിന്റ് ആണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബ്രൈറ്റ്, ഭയങ്കര ഡീപ്പ് അല്ല, ഭയങ്കര ബ്രൈറ്റും അല്ല, നല്ലൊരു ഷെയ്ഡാണ്. റാണി ഷെയ്ഡിൽ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഒരു പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റാണിയാണ്. ഇങ്ങനെ വരുന്നു. പിങ്കും കൂടെ മിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള റാണിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ദുപ്പട്ട കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡനിഷ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു യെല്ലോ, ലെമൺ യെല്ലോയുടെ തന്നെ ഒരു ലൈക്ക് ഒരു കുറച്ചുകൂടി ഗോൾഡൻ ടിൻറ്റും യെല്ലോ ടിൻറ്റും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു ഷെയ്ഡിലാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്കാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക് ആ ഒരു ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1980. അടുത്ത് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് അല്ലേ, ബ്ലാക്ക് ആൻഡ് റെഡ്. അതിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷിബോരി പ്രിന്റ് ആണ് കേട്ടോ. അതങ്ങനെ വന്നിരിക്കുന്നു. ബ്ലാക്ക് കളറിലേക്ക് റെഡ് കളറിലാണ് അതിന്റെ ഷിബോരി പ്രിന്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഇതില്ല, ജസ്റ്റ് ഒരു ഷിബോരി, ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അലക്കുലത്ത് പോലത്തെ പ്രിന്റിങ് അല്ല, ചെറിയ ഇങ്ങനത്തെ സ്ട്രൈപ്സ് പോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ആണ്. ആക്ച്വലി ഒരു റെഡ് അല്ല, ഒരു മെറൂണിൻ്റെ ഒരു ഇതുള്ള ഒരു റെഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്ക്. ഡാർക്ക് ഷെയ്ഡ്സിലേക്ക് ആ ചന്ദേരിയുടെ ആ ഒരു ബോർഡർ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആൻഡ് ഈ ടൈപ്പിൽ എപ്പോഴും അറിയാമല്ലോ പ്ലെയിൻ ബോട്ടം ആയിരിക്കും വരുന്നത്. കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് പ്ലെയിൻ കോട്ടൺ ബോട്ടം. സെറ്റിന്റെ പ്രൈസ് 1980. അടുത്ത വന്നിരിക്കുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. ഇത് കൂടുതലും കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് എല്ലാം വന്നിരിക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു മാംഗോ യെല്ലോ അല്ല, ഒരു പേസ്റ്റൽ, ഒരു യെല്ലോ മാംഗോ യെല്ലോയുടെ ഒരു മിക്സ് ആണ് കേട്ടോ. അങ്ങനെ വരുന്നു. നമ്മൾ ജ്യൂസിലൊക്കെ കാണുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാൽ പ്രിന്റ് ആണ്. ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഷെയ്ഡല്ല, ആ യെല്ലോ ആയിട്ട് മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡിലാണ് എൻ്റെ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് വയലറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വയലറ്റ് ഷെയ്ഡ് ദുപ്പട്ട, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ ജെറിയുടെ ഒക്കെ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇപ്പോഴും ചിലർക്ക് ഡൗട്ട് ഉണ്ട് ചന്ദേരി സിൽക്കിൻ്റെ എങ്ങനെയാണ് യൂസ് എന്നുള്ളത്. ഇത് നമുക്ക് മൈൽഡ് വാഷാണ് പറയുന്നത്. ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്നവരെ ഡ്രൈ വാഷ് ചെയ്യുക. ഫസ്റ്റ് ഒരു കുറച്ച് നാളത്തേട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഡ്രസ്സ്, ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് ഒരു പ്രാവശ്യം ഇട്ട് അപ്പം തന്നെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് മുക്കാണ്ട് കുറച്ച് നാളൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കളയാണ്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചെളിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വിയർക്കുന്ന ഒരു ഇതിനാണ് പോകുന്നതെങ്കിൽ പുതിയ ഡ്രസ്സ് ഇടാതിരിക്കുക, അതല്ലേ നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം ഇപ്പം എനിക്കിപ്പോൾ ഷോപ്പിൽ ഒത്തിരി ജോലിയുള്ള ദിവസം ഞാൻ ചന്ദേരി, മഹേശ്വരി അങ്ങനത്തെ ഒന്നും ഇട്ടുകൊണ്ട് വരില്ല. അന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന കോട്ടനോ റയോണോ അങ്ങനത്തെ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അല്ലേ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ വാഷ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഫുള്ള് ചെളിയാക്കി അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി അലക്കി അതിൻ്റെ ഫുള്ള് ഭംഗി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കടേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫസ്റ്റ് തന്നെ കുറച്ച് നാളത്തോട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എന്തോരം പൈസ കൊടുത്താൽ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മുതലാക്കിയിട്ട് കുറച്ച് നാളിന് ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള വാഷ് ചെയ്യുക, അതായത് കല്ലിലിട്ട് അലക്കി അങ്ങനെയല്ല, ലിക്വിഡ് ഡിറ്റർജൻറ്റോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുക, അങ്ങനെ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക. എപ്പോഴും വാഷ് ചെയ്യണം എന്നുള്ളവർ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക. അല്ലെങ്കിൽ കളർ ഗാർഡ് ഉറപ്പായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സിലൊക്കെ, എസ്പെഷ്യലി ഡാർക്ക് ഷെയ്ഡ്സ് നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്തിരിക്കണം. എല്ലാ ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസും, ചന്ദേരി, മഹേശ്വരി, അതുപോലെ കോട്ടൺ, ഏതൊരു ഫാബ്രിക്, ഈവൻ ഷിഫോൺ ആണെങ്കിൽ പോലും നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യണം.
ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിമ്മായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പഠിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലായിരിക്കണം മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോ മെറ്റീരിയലും ഓരോ നേച്ചറാണ്. അതിൻ്റെ പ്രിൻറ്റിങ്ങും അതിൻ്റെ എന്താ പറയുക പ്രോസസ്സിങ്ങും അതിൻ്റെ കളറിങ്ങും എല്ലാം ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സിൽ കൂടിയാണ് വരുന്നത് അല്ലേ. പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് മെറ്റീരിയൽസ് നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്താലാണ് മെറ്റീരിയൽ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒന്ന് ഷാംപൂ വാഷ് കളർ കാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ. മാക്സിമം വാഷ് ചെയ്യാതെ നോക്കുക. അതാണ് എനിക്ക് പ്രിഫർ ചെയ്യാനുള്ളത്. സോ വാഷ് ആൻഡ് കെയർ പറയണമെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നവരോടൊക്കെ വാട്സപ്പിൽ പറയാറുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് ടൈം പറയണേന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് വാഷ് ചെയ്യാൻ പാടില്ല. ഇത് വാഷ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, മഹേശ്വരി സിൽക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. വാഷ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് വാഷ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിൻ്റെയും പല ഷെയ്ഡും പല ഇതായിരിക്കും. അതുകൊണ്ടാണ് പ്രിന്റിങ്ങിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ ഹാൻഡ് ബ്ലോക്കിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. സംഗനരി പ്രിന്റ് ഉണ്ട്, ബഗരു പ്രിന്റ്, കലങ്കാരി, അതുപോലെ തന്നെ ഈ ഷിബോരി പ്രിന്റ്, അങ്ങനെ പല ടൈപ്പ് പ്രിന്റുകൾ. അപ്പോൾ ഓരോ പ്രിന്റും ഓരോ പ്രൊസീജിയറാണ്, ഓരോ കളറിങ് ഓരോ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒരു ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാഷ് കെയർ പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. പ്രൈസ് 1980. നെക്സ്റ്റ് റീസ്റ്റോക്ക് ആയിട്ട് ആണ് ഇൻഡിഗോ ബ്ലൂയിലേക്ക് വന്നിരിക്കുന്ന സ്ട്രൈപ്സ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരുന്നു. ഒത്തിരി പേര് വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. നല്ലൊരു ഫോർമൽ ലുക്കിലും കാഷ്വൽ ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ദുപ്പട്ട ഒരു രക്ഷയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അതിലേക്ക് ഇൻഡിഗോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡിലേക്ക് ആ ഒരു പ്രിന്റ് കാണാവോ? ജസ്റ്റ് ചെറിയ പ്രിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ദുപ്പട്ടയുടെ ഒക്കെ കൂടെ വേണമെങ്കിൽ പിന്നീട് വെയർ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കൂടെ അല്ലാണ്ട് വേറെ ദുപ്പട്ടാസിൻ്റെ ഒക്കെ ടോപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ്. ഫുള്ള് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം ഇൻഡിഗോയിൽ തന്നെ കോട്ടൺ. സെറ്റിൻ്റെ പ്രൈസ് 1980. അടുത്തതും ഷിബോരി പ്രിന്റ് വന്നിട്ട് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ്. നമ്മളിത് ഓൺലൈൻ മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നു. അന്ന് മുതൽ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു ലീഫ് ഗ്രീൻ ആണ്. അതിലേക്ക് മെറൂൺ കളറിലുള്ള ഷിബോരി പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. ദുപ്പട്ടയാണ് ഒരു രക്ഷയില്ലാത്ത. ഇതൊരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റാണിയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. പക്ഷെ ഒരു മെറൂണിന്റെ ടിന്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്ക് അതിന് ശേഷം ഇപ്പോഴേ അത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ. ബോട്ടം റാണി പിങ്കിന്റെ ഡാർക്ക് ഒരു മജന്ത ടോൺ, ഒരു മജന്തയുടെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതാണ് കോമ്പിനേഷൻ. പ്രൈസ് 1980. അടുത്തത് നല്ലൊരു ഓറഞ്ച്, ഒരു ലൈറ്റ് ഒരു പേസ്റ്റിലൊരു ഓറഞ്ച് ടോൺ ആണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച്. ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ലൈക്ക് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള, ന്യൂ ഇയറിന് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതാണ് ബോർഡേഴ്സ്. നല്ല എലഗന്റ് ഷെയ്ഡാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് കളറുള്ള ദുപ്പട്ട. നല്ല എലഗന്റ് സെറ്റാണ്. നല്ലൊരു സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എടുത്തിടാൻ പറ്റുന്ന ഒരു സെറ്റാണ്. പള്ളിയിലൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റാണ്. കോളേജിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റാണ്. ബോട്ടം പ്രിന്റഡ് ആയിട്ട് വരുന്നു. നമുക്ക് വേണമെങ്കിൽ ടോപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു ബോട്ടമാണ് കേട്ടോ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1980. നെക്സ്റ്റ് ഞാനൊരു റെഡ് കളറിലേക്ക് വരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ആണ്. അതിലേക്ക് ഇതാ ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് അല്ല, അതൊരു റെഡിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓറഞ്ച്, ഒരു ലൈറ്റ് ഒരു പേസ്റ്റിലൊരു ഓറഞ്ചിന്റെ പ്രിന്റ് പോലെ തോന്നും. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ. ദുപ്പട്ട സെയിം ഷെയ്ഡിലേക്ക് തന്നെ കുറച്ചുകൂടി വലിയ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു കല്യാണം പോലത്തെ ഫംഗ്ഷനൊക്കെ ഓരോരുത്തരും ഓരോ ടൈപ്പല്ലേ ഇടുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ടസറിൻ്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽസ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ടസർ പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ, അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ചന്ദേരി സിൽക്ക്, മഹേശ്വരി ഒക്കെ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ടസറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിനെ കാണാനായിട്ട്. ആ ഒരു കളറും നല്ല ഭംഗിയുണ്ട്.
ഫുൾ സെറ്റിന്റെ പ്രൈസ് 1980. അടുത്തൊരു റെയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ, നമുക്ക് ഇതുവരെ വരാത്തൊരു കോമ്പിനേഷൻ ആണ്. ഓറഞ്ച് ആണ് കേട്ടോ ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇത് നമ്മളെപ്പോഴും ഇത് ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു പേസ്റ്റൽ ഗ്രീനിലും അതുപോലെ തന്നെ ഡാർക്കും, ഭയങ്കര പേസ്റ്റലും അല്ല ഡാർക്കും അല്ല, അങ്ങനത്തെ ഒരു ടോണാണ്. ഡസ്റ്റി കളർ അല്ല കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ഒരു റെയർ കോമ്പിനേഷൻ ആണ്. ബോട്ടം വരുന്നത് കോട്ടണിൽ ആ സെയിം കളറിലേക്ക് തന്നെ, ഗ്രീൻ കളറിൽ തന്നെ വരുന്നു. സെറ്റിന്റെ പ്രൈസ് 1980. അടുത്തൊരു മോ ടോൺ ആണ്, ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഒരു ടോൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു പിങ്കും അതുപോലെ തന്നെ ഒരു ഡസ്റ്റി കളറും മിക്സ് ആണ്, പക്ഷെ നല്ല എലഗന്റ് ഷെയ്ഡാണ് കേട്ടോ, നല്ല കോമ്പിനേഷൻ ആണ്. അതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആയത് കണ്ടോ, നല്ലൊരു ലീഫിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല എലഗന്റ് സെറ്റ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രേ ആണ്. ഈ ഒരു ഷെയ്ഡിന്റെ കൂടെ ഗ്രേ അടിപൊളിയാണ്. നമ്മൾ പണ്ട് ടസർ സിൽക്കിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ട്രെൻഡായിരുന്നു ഒരിടയ്ക്ക്. ഇങ്ങനെ വരുന്നു, നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇതാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത്. ബോട്ടം ഓൾസോ ഗ്രേ കളറിലേക്ക് കോട്ടൺ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 1980. നെക്സ്റ്റ് വന്നിരിക്കുന്ന യെല്ലോ ആൻഡ് ബേജ് ആണ്. യെല്ലോ ആൻഡ് ബേജ് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ ഹാൻഡ് ബ്ലോക്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. യെല്ലോയിൽ ബേജ് കളറിലേക്ക് പ്രിന്റ് വന്നിട്ട് അതിനെ ബ്ലാക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. അതിനകത്ത് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും ടോപ്പ്. ദുപ്പട്ട വരുന്നത് ഓൾ ഓവർ ജാൽ പ്രിന്റ് വരുന്ന ബേജ് കളറിലുള്ള ദുപ്പട്ട. നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ. അതിലേക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. 4 എൻഡിലും ആ റോയൽ ബ്ലൂ ഷെയ്ഡിൻ്റെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എൻഡിലായിട്ട് ദുപ്പട്ടയുടെ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു എൻഡാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. ബോട്ടം പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ ബേജ് കളറിലേക്ക് വരും. സെറ്റിന്റെ പ്രൈസ് 1980. അടുത്ത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു സെറ്റാണ്. നല്ല പ്യുവർ ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ്. അതിലേക്ക് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നു. നെക്ക് പോർഷനിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ആൻഡ് ബോഡി പാർട്ടിൽ ഓൾ ഓവർ ഇങ്ങനത്തെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കും സ്ലീവ്സും പ്ലെയിൻ ആണ്. ഫാബ്രിക്കിൽ നല്ലൊരു ഫാബ്രിക് വരുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ലിനൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ ലിനൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. അതിലേക്ക് ഇങ്ങനത്തെ ബനാറസിയുടെ വീവ് ഉണ്ട് ഫാബ്രിക്കിൽ. ആ ഒരു ഫാബ്രിക്കിലേക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല എലഗന്റ് ആണ്, നല്ല പെർഫെക്ഷനിലുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും നെക്ക് പോർഷൻ. ബാക്കിലും സ്ലീവ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ജെറി വീവ്സ് ആയിരിക്കും വരുന്നത് കേട്ടോ. ബനാറസി ഫാബ്രിക്കിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഉള്ളൊരു ഗോൾഡൻ ജെറി വീവ്സ് ആണ് വരുന്നത്. ഇതാണ് നെക്കിൽ ഇങ്ങനെ വരും. 2.5 meters ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. സ്ലീവ്സിന്റെ പോർഷനൊക്കെ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഏത് സൈസിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക്കും ഉണ്ട് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. കുറച്ചുകൂടി കയറി വരും കേട്ടോ. കയറി വരുമ്പോഴത്തേക്കും കേട്ടോ ഈ ഒരു ലെവലിൽ വരും കേട്ടോ. ഇങ്ങനെ വരുന്നു ടോപ്പ്. നല്ല അടിപൊളി സെറ്റ്. നമുക്കൊരു ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷനോ വെഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ വെഡിങ് ഈവനിങ്ങിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലും ആ സെയിം ഫാബ്രിക് ഒരു ടിഷ്യൂ ലിനൻ സിൽക്ക് മെറ്റീരിയലാണ്. അതിലേക്ക് ദുപ്പട്ടയിൽ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഇടുന്ന സൈഡിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണ്. ഇതാണ് കണ്ടോ, നല്ലൊരു ഹാൻഡ് വർക്കും ഉണ്ട്. ആ ഹാൻഡ് വർക്കിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1-2 സീക്വൻസും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും സെറ്റിൽ. ദുപ്പട്ടയിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വിത്ത് ടാസിൽസ് ആണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് സെറ്റ്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന ബോട്ടം ആണ് കേട്ടോ. ഇതാണ് ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് 2980. അടുത്തത് വന്നിരിക്കുന്നത് അതിന്റെ എംബ്രോയിഡറിയിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. സെയിം ഫാബ്രിക് തന്നെ. ഫാബ്രിക്കിൽ ഒരു ഇത് കണ്ടോ, ഈ ഒരു വീവിന് ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ചെറിയ വീവാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ചെറിയ വീവ് കണ്ടോ, അത് കുറച്ചുകൂടി ചെറിയ വീവാണ്. മറ്റേത് കുറച്ചുകൂടി ഫ്ലോറലായിരുന്നു. ഇതിങ്ങനത്തെ പോൾക്കാ ഡോട്ട്സ് പോലത്തെ വീവാണ് ഫാബ്രിക്കിൽ പോകുന്നത്. ആൻഡ് ഹാൻഡ് വർക്കിനുള്ള ഡിഫറൻസ് കണ്ടോ, ഇങ്ങനെ വരുന്നു ഹാൻഡ് വർക്ക്. ഇതാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ ബോഡി പാർട്ടിൽ കുറച്ചുകൂടി ഒരു വലിയ സൈസിലാണ് ആ ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ കൊടുത്തേക്കുവാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇത് ലൈനിങ് കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ കളറും കറക്റ്റ് വരും. ഇത് കണ്ടോ, 2 ലെയറിൽ പിടിക്കുമ്പോൾ
നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സെറ്റായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഹെവി അല്ല, പക്ഷെ ഭയങ്കര എലഗന്റ് ആണ്. ഈ ഒരു ഫാബ്രിക്കിന് തന്നെ ഉണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എലഗൻസ് എന്ന് പറയുന്നത്. ഫാബ്രിക് തന്നെ ഒരു സിൽക്ക് ടിഷ്യൂ, ലിനൻ സിൽക്ക്, നല്ല കൂടിയ മെറ്റീരിയലാണ്. അതിലേക്കാണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിലേക്ക് വരുന്നത് ജാൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി ദുപ്പട്ടയിൽ. അതിലേക്ക് ആ ജാൽ പ്രിന്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. ഇത് കണ്ടോ, കംപ്ലീറ്റ്ലി ജാൽ വർക്കാണ് ആ ഒരു ദുപ്പട്ടയിൽ പോകുന്നത്. അതിനെ ആ ഫ്ലവേഴ്സിനെയാണ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ബോട്ടം ഇതിൻ്റെയും ആ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് തന്നെ വരുന്ന മെറ്റീരിയലാണ്. സെയിം ഷെയ്ഡിലേക്ക് തന്നെ വരും. വിത്ത് ടാസിൽസ് ആണ് ദുപ്പട്ട വരുന്നത്. 2.5 മീറ്റേഴ്സ് ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 2980. അടുത്ത നമുക്കൊരു പ്രീമിയം ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാഷ്വൽ വെയറിന് പറ്റിയ ഒരു സെറ്റാണ്. പക്ഷെ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു സെറ്റാണ് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് വരുന്നു. ഇതൊരു ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു റെയർ പാറ്റേൺ ആണ്, എപ്പോഴും കാണാത്ത ഒരു ടൈപ്പ്. ജാംദാനി വീവ്സ് പോലത്തെ ഒരു വീവാണ് കംപ്ലീറ്റ്ലി പോകുന്നത്. ഒരു ട്രീയുടെ ഡിസൈനിലാണ് പോകുന്നത്. ബാക്കും സ്ലീവ്സും പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോർഡർ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ബോർഡർ സ്ലീവ്സിൻ്റെ എൻഡിൽ കാണും. ബാക്ക് പോർഷനിലും ഹെമ്മിലായിട്ട് താഴെ അങ്ങനെ ഒരു വർക്ക് കാണും കേട്ടോ. ഒരു വീവ് പോലത്തെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം എലഗൻ സെറ്റാണ്. ആൻഡ് വാഷബിൾ ആണ്. ദുപ്പട്ട വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലേക്ക്, പ്യുവർ ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക്കിലേക്ക് വരുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന മസ്ലിൻ ദുപ്പട്ട. നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്. 2.5 മീറ്റേഴ്സ് ആണ് ടോപ്പ് വരുന്നത്. സ്ലീവ്സിന്റെ പോർഷൻ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. സോ നല്ല ലെങ്ത്തിലും നല്ല സൈസിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള, ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് കിട്ടും കേട്ടോ. തലയിലൊക്കെ ഇടാനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. 2.30 ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. 2225. 222 ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. പ്യുവർ ആയിട്ടുള്ള ഷാൻഡൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല കൂടിയ ഷാൻഡൂണിലാണ് ബോട്ടം ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതാണ് സെറ്റിന്റെ ലുക്ക്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 2225. അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം വാട്സപ്പിലേക്ക്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.